ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രി നേരിട്ട് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച വാഴക്കോട്ടെ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഒരു വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വാഴക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കരിയർ ഡെവലപ്മെന്റ് സെന്റർ എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ കടുത്ത നിരാശയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. മന്ത്രി വന്ന് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ നൽകാതെ പ്രവർത്തനരഹിതമായി തുടരുകയാണ് ഇന്നും ഈ സ്ഥാപനം. അഭ്യസ്തവിദ്യരായ ആയിരക്കണക്കിന് യുവജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലത്തിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം പിന്നിട്ടു. 2023 നിർമ്മാണോദ്ഘാടനം നടന്ന ഈ പദ്ധതിയുടെ കെട്ടിടം ഒരു വർഷം മുമ്പേ പൂർത്തിയായെങ്കിലും നാളിതുവരെയും സെന്റർ തുറന്നു പ്രവർത്തിക്കാത്തത് മേഖലയിലെ വിദ്യാർത്ഥികളിലും തൊഴിലന്വേഷകരിലും വലിയ ആശങ്കയും നിരാശയും പരത്തിയിരിക്കുകയാണ്. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന ഈ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം 2023 നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും വഴികാട്ടിയായി ഈ സെന്റർ മാറുമെന്നും വേഗത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. വകുപ്പിന്റെ കീഴിലെ 8ാമത്തെ കരിയർ ഡെവലപ്മെന്റ് സെന്ററായി 1,12,00,000 രൂപ ചെലവഴിച്ചാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയത്. കരിയർ ഇൻഫർമേഷൻ, ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ്, കരിയർ ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഗോൾ സെറ്റിംഗ്സ്, മോട്ടിവേഷൻ ക്ലാസുകൾ, പ്രീ ഇന്റർവ്യൂ പരിശീലനം, വ്യക്തിവികസന പരിപാടികൾ, മത്സര പരീക്ഷാ പരിശീലനം തുടങ്ങിയ നിരവധി സേവനങ്ങൾ സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപിക്കപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കി സെന്റർ സാധാരണക്കാർക്കായി തുറന്നുകൊടുക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തൊഴിലില്ലായ്മയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും നേരിടുന്ന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഈ പദ്ധതിയുടെ പ്രവർത്തനം വൈകുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കരിയർ ഡെവലപ്മെന്റ് സെന്റർ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട്. യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിറം പകർന്ന ഈ കരിയർ ഡെവലപ്മെന്റ് സെന്റർ എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചേലക്കരയിലെ വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും. ക്യാമറ പേഴ്സൺ വിപിക്സിനൊപ്പം സുമേഷ് അരയമ്പറമ്പിൽ.